പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറിച്ചുള്ള ഒരു വീഡിയോ. നമ്മൾ പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മൾ നമുക്കുള്ള കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകളാണ് പലപ്പോഴും നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്നത്. അത് നമുക്ക് പലർക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പല പല ദോഷങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആർക്കെങ്കിലും നമ്മൾ വായ്പ കൊടുക്കുന്നതാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വായ്പ പൈസ നമ്മൾ എടുത്തിട്ട് നമ്മൾ അടയ്ക്കുന്നതാവട്ടെ, നമ്മൾ കടകളിൽ പോയി നമ്മൾ പല സാധനങ്ങളും മേടിക്കുന്നതാവട്ടെ, പലർക്കും നമ്മൾ അല്ലാതെ നമ്മൾ കൊടുക്കുന്നതാവട്ടെ, ഏത് രീതിയിലായാലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോട്ടുകൾ എടുത്തിട്ട് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ മടക്കി നമ്മൾ നോട്ടുകൾ കൊടുക്കാൻ നിൽക്കരുത്. ഇതുപോലെ നോട്ടുകൾ മടക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് നല്ലതല്ല. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന വേറൊരു തെറ്റാണ്, ഇടത്തെ കൈ കൊണ്ട് പലർക്കും പൈസ കൊടുക്കും. അത് ഒരു കാരണവശാലും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. അത് നമ്മളെ നല്ല രീതിയിൽ ബഹുമാനിച്ച് വേണം നമ്മൾ അതിനെ കാണാൻ. അല്ലാതെ നമ്മൾ അലക്ഷ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മളെ അടുത്തോട്ട് പിന്നീട് അത് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ആ നോട്ടുകൾ കൊടുക്കണം. നമ്മളിത് ആർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നോട്ട് നമ്മൾ ഇതാണ്ട ഈ അശോക ചിഹ്നം വരുന്നിടത്ത് നമ്മൾ തള്ളവിരൽ വെച്ച് നമ്മൾ നോട്ടുകൾ കൊടുക്കുക. നമ്മൾ നോട്ടുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നിങ്ങളൊരു 3 പ്രാവശ്യം നിങ്ങൾ ഈ നോട്ടിനോട് തന്നെ പറയുക, നീ പോയിട്ട് നിന്റെ കൂട്ടുകാരെയും കൂട്ടി നല്ല രീതിയിൽ തിരിച്ചു വരണം, പെട്ടെന്ന് എൻ്റെ അടുത്ത് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾ ഈ നോട്ടുകൾ നിങ്ങൾ ആൾക്കാർക്ക് കൊടുത്തു നോക്കും. നിങ്ങൾ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നതാവട്ടെ, എന്താവട്ടെ, അങ്ങനെ നിങ്ങളൊന്ന് കൊടുത്തിട്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളൊരു 30 ദിവസം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോക്കറ്റ് ഒരു കാരണവശാലും കാലിയാവത്തില്ല. നിങ്ങളെ കയ്യിൽ എപ്പോഴും ധനം നിൽക്കും. നിങ്ങളെ അടുത്തേക്ക് ഈ ധനങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇത് എൻ്റെ ഒരു ഉറപ്പാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.